ഹായ്, നമ്മളിന്ന് DPF ഫിൽറ്ററിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. DPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ എന്നാണ്. ഫിൽറ്റർ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്ടർ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ എന്നൊക്കെ പലതരം ഫിൽറ്റേഴ്സ് കേട്ടിട്ടുണ്ട്. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. ഉദാഹരണത്തിന് വാട്ടർ ഫിൽറ്റർ എന്ന് പറയുന്നത് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ്. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ DPF എന്ന് പറയുന്നത് ഡീസൽ വാഹനങ്ങളിൽ വരുന്ന ഒരു തരം ഫിൽറ്ററാണ്. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ എഞ്ചിന്റെ ഉള്ളിൽ നമ്മുടെ ഫ്യൂവൽ കത്തുന്ന സമയത്ത്, ഉദാഹരണത്തിൽ ഡീസൽ കത്തുന്ന സമയത്ത് അതിന്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഇതിന്റെ പുറത്തേക്ക് പോവുക ഗ്യാസ് ആണ്. നമുക്കറിയാം, എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറയും, അല്ലെങ്കിൽ പുകക്കുഴലിൽ കൂടെ വരുന്ന ഗ്യാസ്. ഇത് പലതും വിഷമയമുള്ള വാതകങ്ങളാണ്. ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ, ഇങ്ങനെ പല വാതകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സൂട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ് എന്ന് പറയുന്ന കുറച്ച് മാറ്റേഴ്സും ഉണ്ട്. ഈ DPF ഫിൽറ്റർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂട്ടിനെ ഇതിനകത്ത് ട്രാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഫിൽറ്ററിന്റെ ധർമ്മം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരു വാട്ടർ ഫിൽറ്റർ ആണ് എന്നുണ്ടെങ്കിൽ വാട്ടർ ഫിൽറ്ററിനകത്ത് ക്ലോഗിങ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഡസ്റ്റ് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഇതിനകത്ത് ട്രാപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ആ ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്തിടും, അല്ല എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യും. പക്ഷേ ഈ DPF ഫിൽറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫിൽറ്ററിന് സ്വയം ക്ലീൻ ആവാനുള്ള ഒരു കഴിവുണ്ട്. ആ ഒരു പ്രക്രിയന് റീജനറേഷൻ എന്നാണ് പറയുക. റീജനറേഷൻ. ഈ റീജനറേഷൻ ചെയ്യാനുള്ള അവസരം നമ്മൾ ഈ വാഹനത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിലാണ് ഈ DPFന്റെ വാണിംഗ് വരുന്നത്. അതിന്റെ അവസരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന് സെൽഫ് ക്ലീനിങ് ആവാനുള്ള കഴിവുണ്ട് DPF ഫിൽറ്ററിന്. പക്ഷേ ഇത് സെൽഫ് ക്ലീനിങ് ആവാനുള്ള അവസരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇത് റീജനറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ വാഹനം ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് 60 കിലോമീറ്ററിന് മേളിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് DPF ഫിൽറ്റർ ഇതിനുള്ളിൽ കിടക്കുന്ന ഈ പറഞ്ഞ സ്യൂട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ ഇത് തന്നെ കരിയിച്ച് കളയും, അല്ലെങ്കിൽ കത്തിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് ബേൺ ചെയ്യിപ്പിച്ച് എന്താ പറയാ, അതിനെ സ്വയം തന്നെ വൃത്തിയാക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സിറ്റി ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാണ്, ഈ പറഞ്ഞ 60 കിലോമീറ്റർ സ്പീഡിന് മേളിൽ വാഹനം ഓടിക്കുന്നില്ല, ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ റീജനറേഷൻ എന്ന പ്രോസസ്സ് നടക്കത്തില്ല. DPF ഫിൽറ്ററിനുള്ളിൽ കരി ഡെപ്പോസിറ്റ് ആവുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂട്ട് ഡെപ്പോസിറ്റ് ആവുകയും അപ്പോൾ അതിന് റീജനറേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് അത് പോവുകയും പിന്നെ നമുക്ക് മാനുവൽ റീജനറേഷൻ എന്നൊരു പ്രോസസ്സിലോട്ട് പോവേണ്ടിയും വരും. മാനുവൽ റീജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 1-2 തവണ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണേണ്ടി വരും. ഇത് ചെയ്യാനായിട്ട് സർവീസ് സെന്ററിനെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരത് പറഞ്ഞുതരും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ മാനുവൽ റീജനറേഷൻ വഴി നമുക്ക് ഈ DPF ഫിൽറ്ററിന്റെ ഉള്ളിലുള്ള ഈ കരി അല്ലെങ്കിൽ സൂട്ട് ഡെപ്പോസിറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ റീജനറേഷൻ, അതായത് 60 കിലോമീറ്റർ സ്പീഡിന് മേളിൽ കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ DPF ഫിൽറ്റർ സ്വയം ക്ലീൻ ആവുന്ന ആ ഒരു പ്രക്രിയനെ നമ്മൾ സെൽഫ് റീജനറേഷൻ എന്നും, എന്നാൽ സെൽഫ് റീജനറേഷനുള്ള അവസരം നമ്മൾ വാഹനത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനുവൽ റീജനറേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. മാനുവൽ റീജനറേഷനിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ DPF ഫിൽറ്റർ വാഹനത്തിൽ നിന്ന് ഊരുകയും ഫിസിക്കലി ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെ ഇതിനകത്തുള്ള സൂട്ട് ഡെപ്പോസിറ്റ് തട്ടിക്കളയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് ഈ റീജനറേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. ഒന്നുകൂടെ, ആദ്യം സെൽഫ് റീജനറേഷൻ. വാഹനത്തിനുള്ളിൽ സൂട്ട് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ DPFന്റെ വാണിംഗ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിക്കും. ആ സമയത്ത് നമ്മൾ 60 കിലോമീറ്ററിന് സ്പീഡിന് മേളിൽ വാഹനം കണ്ടിന്യൂസ്ലി ഓടിക്കേണ്ടി വരും. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടി വരും. ഈ ഒരു വാണിംഗ് പോകുന്നത് വരെ, DPF വാണിംഗ് പോകുന്നത് വരെ വാഹനം ഓടിക്കുക. രണ്ടാമത്തത് മാനുവൽ റീജനറേഷൻ ആണ്. അത് സർവീസ് സെന്ററിനെ സമീപിക്കാം. മൂന്നാമത് വരുന്നത് ഈ പറഞ്ഞതുപോലെ DPF നമ്മുടെ വാഹനത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 രീതിയിലാണ് DPFന്റെ ക്ലീനിങ് വരുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ ഇട്ടേക്കാം. താങ്ക് യു.